ഹലോ. ബിഗ് ബീക്കോൺ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വളരെ സ്റ്റക്കായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഒരു പുതിയ കോണാക്കി മാറ്റാൻ നോക്കാം. അതിനായിട്ട് ബിഗ് ബീക്കോൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടിപ്പിൽ നിന്ന് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മൈലാഞ്ചി നിറച്ചു കൊടുക്കാം. ഇത് യൂസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല തരിതരികളും കട്ടകളൊക്കെ ആയിട്ടാണ് മൈലാഞ്ചി ഇട്ടപ്പോൾ വന്നുകൊണ്ടിരുന്നത്. ഒരു നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇതിൻ്റെ പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഇടാൻ നമുക്ക് ഇത് തന്നെയാണ് ബെറ്റർ. ഓർഗാനിക്കാണ് നല്ലത് സ്കിന്നിന്. എന്നാലും നമുക്കൊരു അത്യാവശ്യമായിട്ട് ഇന്ന് ഫങ്ഷനാണ്, ഇന്ന് നമുക്ക് മൈലാഞ്ചി ഇട്ടിരിക്കാൻ സമയമില്ല, ഓർഗാനിക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളർ തന്നെ പെട്ടെന്ന് കിട്ടും. പക്ഷേ വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നല്ല ലൈൻ വരക്കാനോ നന്നായിട്ട് അങ്ങനെ ഇതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരുപാട് വരും, അല്ലെങ്കിൽ വരില്ല, സ്റ്റക്കായി തരിതരികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ തരിതരികളൊക്കെ ഒന്ന് മാറ്റി നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് പേസ്റ്റ് കുറവാണ്, അല്ലെങ്കിൽ സ്റ്റോക്കിങ്സിലിട്ട് അരിച്ചെടുക്കാമായിരുന്നു. ഇത് പേസ്റ്റ് വളരെ കുറവായതുകൊണ്ടാണ് പൈപ്പിംഗ് ബാഗിലിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. ഒരു പരീക്ഷണം പോലെ ഉള്ളൂ, ഇത് ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തിയൊക്കെ അതിന് തരികളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോയാലോന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ചെയ്യുക. ബിഗ് ബീക്കോൺ യൂസ് ചെയ്തിട്ട് ഒരു ദിവസം 2 ദിവസമേ അതിൻ്റെ സ്റ്റെയിൻ നിൽക്കുള്ളൂ. കൂടുതലായിട്ടൊന്നും നിൽക്കില്ല. നമ്മൾ വെള്ളവും സോപ്പ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് പോകും. നമ്മുടെ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്കൊരു കളറ് കിട്ടുമെന്നല്ലാണ്ട് അതിനെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കിട്ടില്ല. ഇനി അത് പേസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് പിന്നിട്ടിട്ട് റോൾ ചെയ്തെടുത്ത ഒരു കോണാണ്. ആ കോണിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ബിഗ് ബീക്കോണിൻ്റെ പേസ്റ്റ് നിറച്ചു കൊടുക്കാം. ഇത് പേസ്റ്റ് പോലെന്ന് പറയാൻ പറ്റില്ല, ഒരു ഒഴുകിപ്പോണ ഒരു ടൈപ്പാണ് ശരിക്കും ബിഗ് ബീൻ്റെ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടി കട്ടി വേണമായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ട്യൂബിൽ കൂടി ഒരുപാട് ഒഴുകി വന്നതും അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ വരാതിരിക്കുന്നതും. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേണ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അതിനുശേഷം കോണ് ടിപ്പ് വരെ എത്തിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം സീൽ ചെയ്ത് കൊടുക്കുക. ഇത് സാധാരണ കോൺ ഉണ്ടാക്കണ പോലെ തന്നെയാണ് നമ്മൾ ഈ റോൾ ചെയ്ത് സീൽ ചെയ്യണതൊക്കെ. അതിലൊന്നും പ്രത്യേകതയൊന്നുമില്ല. സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബിഗ് ബീക്കോൺ പഴയ രൂപത്തിൽ നിന്നും പുതിയൊരു കോണിൻ്റെ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിനി യൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഇത് ഒരു കറക്റ്റ് ടിപ്പ് ഇതിനുണ്ട്. നമ്മൾ കട്ട് ചെയ്തൊന്നും കളയണ്ട. എന്നാലും സ്റ്റക്കാകുമോ എന്നൊന്നും അറിയില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ തന്നെ വരച്ച് നോക്കാം. ആദ്യത്തേതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ബിഗ് ബീക്കോണിൽ നിന്നതിനേക്കാളും കുറച്ചും കൂടി കറക്റ്റായിട്ട് കൺസിസ്റ്റൻസിയൊക്കെ കുഴപ്പമില്ലാണ്ട് വരക്കാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ആ ബിഗ് ബീക്കോണിലായിരുന്നപ്പോൾ ഇത്രയും ലൈൻസ് ഒന്നും നേരിയതായിട്ട് വരക്കാൻ പറ്റില്ലായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പേസ്റ്റ് അധികം വന്ന് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പിടിക്കും. നമുക്ക് സാധാ ഓർഗാനിക്കോൺ തൂത്ത് കളയണ പോലെ കളയാനൊന്നും പറ്റില്ല. അതിൻ്റെ ആ സ്റ്റെയിൻ അപ്പം തന്നെ അവിടെ നമ്മുടെ കയ്യിൽ പിടിക്കും. ഇതിപ്പോൾ കുഴപ്പമില്ലാണ്ട് വരക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് മായ്ച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കളറ് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിയേക്കുന്നത് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഇട്ടിട്ട് അപ്പം തന്നെ 1 മിനിറ്റ് പോലും കയ്യിൽ വെച്ചില്ല. വാഷ് ചെയ്തപ്പോഴാണെങ്കിൽ അതിൻ്റെ കളറ് അതുപോലെ തന്നെ പോവുകയും ചെയ്തു. ഇത് ഞാൻ പുറത്തിട്ട് നോക്കിയതാണ് കൈയിൻ്റെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. കുഴപ്പമില്ലാണ്ട് ലൈൻസും ഇതൊക്കെ വരക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം. ഇനി ഇത് വാഷ് ചെയ്ത് നോക്കുക. ഒരു പെയിൻറ്റ് ഇളകി പോണ പോലെയാണ് കാണുന്നത്.
പക്ഷേ സ്റ്റെയിൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റെയിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കുറച്ച് നേരങ്ങൾ മാത്രമാണ്. നമ്മൾ വെള്ളം യൂസ് ചെയ്യണതിനനുസരിച്ച് അത് നന്നായിട്ട് മങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് കളറിന് ഗ്യാരൻറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഇത്ര ദിവസം നിൽക്കും. ഓർഗാനിക് ഹെന്നാക്കോണാണെങ്കിൽ നമുക്കൊരു ഇത്ര ഡേയ്സ് പറയാം, ഒരു 6 days 7 days നിൽക്കും എന്നുള്ളത്. ഇത് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മുടെ വെള്ളത്തിൻ്റെ ഉപയോഗം അനുസരിച്ചാണ് കളർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള അത്യാവശ്യത്തിനൊക്കെ പിഗ് ബീക്കോൺ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്